വട്ടയപ്പം ഉണ്ടാക്കാനായി ആദ്യം വറുത്ത അരിപ്പൊടി 2 ഗ്ലാസ് എടുക്കുക. അതിലേക്ക് 3/4 ഗ്ലാസ് കള്ള് ഒഴിക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങ ചിരകിയതും 3/4 ഗ്ലാസ് പഞ്ചസാരയും 3-4 ഏലക്കയും 1 സ്പൂൺ ഉപ്പും 1.5 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അത് കള്ളൊഴിച്ചു വെച്ച അരിപ്പൊടിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായി 1/2 സ്പൂൺ റവ ഒരു പാത്രത്തിലെടുത്ത് ചൂടുവെള്ളം ചേർത്ത് അടച്ചു വയ്ക്കാം. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇഡലി മാവിൻ്റെ പരുവത്തിൽ മാവ് റെഡിയാക്കണം. വെള്ളം കൂടിയാൽ അരിപ്പൊടി ചേർത്ത് മാവ് റെഡിയാക്കി എടുക്കാം. ഈ മിക്സ് 6 മുതൽ 8 മണിക്കൂറിന് ശേഷം നന്നായി പൊങ്ങി വരും. ഇതുപോലെ നന്നായി പൊങ്ങി വന്നതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രം എടുത്ത് നെയ്യോ വെളിച്ചെണ്ണയോ തടവി വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഈ വെളിച്ചെണ്ണയോ നെയ്യോ തടവിയെടുക്കുന്നത് വട്ടയപ്പം പാത്രത്തിൽ നിന്ന് വിട്ടുകിട്ടുന്നതിന് സഹായിക്കും. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനെടുക്കുക. അതിൽ നിന്നും ആവി വരുമ്പോൾ വട്ടയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച പാത്രം ഇഡ്ഡലി തട്ടിലേക്ക് വെക്കണം. ഈ സമയത്ത് ഉണക്കമന്തിരിയും കാഷ്യൂനട്ടും ചേർത്ത് അതുപോലെ ചെറിയും ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിക്കുക. ഇതുപോലെ ബാലൻസ് മാവ് ഉപയോഗിച്ചും വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. 3 വട്ടയപ്പമാണ് ഈ അളവിൽ ഉണ്ടാക്കാൻ സാധിക്കുക. പഞ്ചസാരയുടെ അളവ് കുറച്ചുണ്ടാക്കിയാൽ ഡക്ക് കറി കൂട്ടിയും ചിക്കൻ കറി കൂട്ടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.